ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രിമച്ചർ ആയിട്ട് ഏജ് ചെയ്യുന്നതായിട്ട് തോന്നും. അതായത് ഫേസിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും പിഗ്മെന്റേഷനും വരുത്താനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യും. ഈ പ്രോസസ്സ് കാരണം നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഏജ് ആവുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ആ മിസ്റ്റേക്ക് എന്നും പക്ഷെ അതെങ്ങനെയൊക്കെ നമുക്ക് തിരുത്താൻ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയുന്നത്. അതിന് മുന്നേ ഏജ് ആവുന്നത് ഇഷ്യൂ ആയിട്ടല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മുടെ കയ്യിലിരിപ്പ് കാരണം അത് നേരത്തെ ആവാതിരിക്കുന്ന എങ്ങനെ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. ഓക്കെ, ഇതിലേക്ക് കിടക്കാം. ഫസ്റ്റ് മിസ്റ്റേക്ക് ഇന്ന് തന്നെ തുടങ്ങാം. ടവൽസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സ്കിന്നിൽ, അതായത് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ബോഡിയിലൊക്കെ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ടവൽസ് ആയിരിക്കും യൂസ് ചെയ്യാറ്. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ തോർത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അത് ഡാബ് ചെയ്തിട്ട് വെള്ളം മാറ്റും? നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു, സ്കിന്നിൽ അങ്ങോട്ട് വലിക്കാറല്ലേ ഇപ്പൊ. അത് ഇങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം എപ്പോഴും ഇത് കോൺസ്റ്റന്റ് ആയിട്ടൊരു പുഷ് ആൻഡ് പുൾ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. നമ്മുടെ ഫേസിലായാലും ബോഡിയിലായാലും പെട്ടെന്ന് റിങ്കിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ബോഡിയിലാണെങ്കിൽ നിങ്ങൾ നോർമൽ ടിഷ്യൂ അല്ല, നിങ്ങൾ നോർമൽ ടവൽ വെച്ചിട്ടാണ് നിങ്ങൾ ബോഡി തുടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഡാബ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ അത് വെള്ളം മാറ്റാൻ നോക്കുക. ഫേസിലാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് എയർ ഡ്രൈ ചെയ്യാം. അതായത് സാധാരണ വെറുതെ കുളിച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് പുറത്തേക്ക് സാധാരണ നമ്മുടെ എയർ കൊണ്ട് അത് ഡ്രൈ ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ടവൽസ് യൂസ് ചെയ്യാം. പക്ഷെ അതെപ്പോഴും മൈക്രോ ഫൈബർ പോലെയുള്ള ടവൽസ് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിലും, അത് മാത്രമല്ല, ഈ ടവൽസ് ഫേസ് ടവൽസ് ആയാലും ബോഡി ടവൽസ് ആയാലും മിനിമം പ്രത്യേകിച്ച് ഫേസ് ടവൽസ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വാഷ് ചെയ്യാനായിട്ട് നോക്കുക. ബോഡി ടവൽസ് ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും മിനിമം വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ രീതിയിൽ നമ്മുടെ സ്കിൻ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഒന്ന്, നമ്മളെ ടവൽ വെള്ളം കൊണ്ടിരുന്നിട്ടുണ്ടാകുന്ന ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ഡാബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസും കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളെ ഫേസ് ടവൽസും ബോഡി ടവൽസും മിനിമം 1-2 മാസം, അതല്ലെങ്കിൽ ഒരു മിനിമം 3 മാസത്തിലെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് ആലോചിക്കുക. കാര്യം എന്ന് വെച്ചാൽ, നമ്മളാരും നമ്മുടെ ബോഡിയിൽ തോർത്തൊന്നും അങ്ങനെ ചേഞ്ച് ചെയ്യാറില്ല. നമ്മൾ പണ്ട് പറയത്തില്ല, പെട്ടെന്ന് നമുക്കറിയാം നമ്മുടെ ഒരു തോർത്താണ്, കുഞ്ഞില് തൊട്ടേ നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന തോർത്തായിരിക്കുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സ് വേണ്ട. മിനിമം ഒരു 3 to 4 മന്ത്സിനുള്ളിൽ നിങ്ങൾ ടവൽസ് ചേഞ്ച് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മിസ്റ്റേക്ക് ആണ് നമ്മൾ DIY സ്കിൻ കെയറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. റീസൺ എന്തെന്ന് വെച്ചാൽ, DIY സ്കിൻ കെയറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെന്നില്ല. കാരണം DIY നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. സ്കിൻ കെയറിൽ മെയിൻ ആയിട്ട് DIYയിൽ നടക്കുന്നത് എക്സ്ഫോളിയേഷനും ക്ലീനിങ്ങും മാത്രമാണ്. അതിനപ്പുറം നമ്മുടെ സ്കിന്നിന്റെ ലെയറിലോട്ട് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് DIYയിൽ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മോളിക്യൂൾസ് അത്രയും വലുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ DIY മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന സ്കിൻ റിസൾട്ട്സോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഓവർഡു ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നോർമൽ സ്കിൻ കെയർ ആണെങ്കിലും, പിന്നെ ഇത് ഓർഗാനിക് DIY ഒക്കെ എല്ലാവർക്കും വിശ്വാസം ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി അത് ഓവർഡു ചെയ്യും. ഡെയിലി ഓരോരോ മാസത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കും. ഞാനൊക്കെ DIYയിൽ വിശ്വസിച്ച് അതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം, നമുക്ക് ആ മൈൻഡ് സെറ്റ് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഡിസൈർ ആയിട്ട് മാറ്റിയും തിരിച്ചും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനും സ്കിൻ വേഴ്സ് ആവാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ DIY മാത്രം വിശ്വസിക്കാതെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എപ്പോഴും സെറ്റപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് പിഗ്മെന്റേഷൻ വരികയും ഫൈൻ ലൈൻസും റിങ്കിൾസും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തതാണ് ഓവർ ഡൂയിങ് ചെയ്യുന്ന സ്കിൻ കെയർ. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഫേസ് വാഷ് എടുക്കാം, എക്സ്പെഷ്യലി ഓയിലി സ്കിൻകാരുടെ ഫേസ്. ഇപ്പൊ നിങ്ങൾക്ക് ടീനേജേഴ്സിന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതിന് മുകളിലോട്ടുള്ള ആൾക്കാരുടെ കാര്യം. ഓയിലി സ്കിന്നാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റാൻഡമായിട്ട് ഒരുപാട് പ്രാവശ്യം ഫേസ് വാഷ്, എന്ത് സംഭവിക്കും? നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ്. കാരണം നമ്മുടെ ഫേസിൽ സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്, അത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. നാച്ചുറൽ പ്രോസസ്സാണ്. ഇത് കുറച്ച് അധികം ആത്മാർത്ഥ ഒരുപാട് പണിയെടുക്കുന്നുണ്ടാണ് അത് ഓവറായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അത് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിൽ ഇനഫ് ആയിട്ട് ഹൈഡ്രേഷൻ കിട്ടുന്നില്ല എന്ന് തെറ്റിദ്ധരിച്ചാണ് ആ പാവപ്പെട്ട സെബേഷ്യസ് ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ റാൻഡമായിട്ട് എപ്പോഴും ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓയിൽ അത് നമ്മൾ ഓൾറെഡി ഫേസിലുള്ള എക്സീവ് ആയിട്ടുള്ള ഓയിലായാലും നാച്ചുറൽ ഓയിലായാലും നമ്മൾ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അത് കാരണം എന്ത് ചെയ്യും, നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് വീണ്ടും
വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഓയില് കഴുകിക്കളയുക എന്നുള്ളതല്ല ഓയിലി സ്കിൻകാരുടെ ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനുള്ള വഴി. അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്തെന്ന് വെച്ചാൽ സ്കിന്നിന് ഹൈഡ്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ. അപ്പൊ ഓയിലി സ്കിൻകാരാണെങ്കിൽ മാക്സിമം 2 പ്രാവശ്യം നിങ്ങളുടെ ഫേസ് വാഷ് കൊണ്ട് ഫേസ് കഴുകിയാൽ മതി. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ ഫേസ് വാഷ് കൊണ്ട് ഒരു തവണ കഴുകിയാലും മതി. നിങ്ങൾക്ക് അധികം സലൈവയൊന്നും ഫേസിൽ ഇരിക്കാത്ത ആളാണെങ്കിൽ മോർണിംഗിൽ വിയർപ്പ് സലൈവയൊന്നും ഫേസിൽ അധികം വരാത്ത ആൾക്കാരാണെങ്കിൽ മോർണിംഗിൽ ജസ്റ്റ് വെള്ളം കൊണ്ട് കഴുകിയാൽ മതി. അതല്ല അങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ ജെന്റിലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ച് മോർണിംഗിൽ കഴുകിയാൽ മതി. ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ 2 നേരം ഫേസ് വാഷ് ചെയ്താൽ മതി. അതിനപ്പുറത്തോട്ട് ചെയ്യാൻ നിൽക്കേണ്ട. അതിനുശേഷം നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഹൈൽഡ്രോണിക് ആസിഡ് ഒന്നും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നയാസിനമൈഡ് പോലുള്ള സിറംസും അതുപോലെ തന്നെ നല്ല ഓയിലി സ്കിൻകാർക്കുള്ള ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിന് വർക്ക് ചെയ്യാനായിട്ട് ഡ്രൈ സ്കിൻ ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ഓയിൽ എക്സ്പ്രസീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകണില്ല. മാത്രമല്ല നിങ്ങൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സാലിസിലിക് ആസിഡ് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിൽ കുറച്ച് പണി എടുത്തിട്ട് നമ്മൾ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അപ്പൊ 2 പ്രാവശ്യം ഫേസ് വാഷ് ചെയ്താൽ മതി. അതുകൂടാതെ തന്നെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്യുന്നതിൽ കൺട്രോൾ ചെയ്യുന്ന ഫേസ് വാഷസും സ്കിന്നിൽ ഹൈഡ്രേഷൻ കൊടുക്കുന്ന മോയ്സ്ചറൈസേഴ്സും സിറംസും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് വാഷ് ഓവർഡൂ നിർത്താം. അത് അടുത്തതെന്ന് വെച്ചാൽ പ്രൊഡക്ട്സ് ഓവർഡൂ ചെയ്യുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാൻഡം ആയിട്ട് പ്രൊഡക്ട്സ് ഫ്രീക്വന്റ് ആയിട്ട് സ്വിച്ച് ചെയ്യുന്നതല്ലാതെ ഒരുപാട് പ്രൊഡക്ട്സ് ഒരു 4 സിറം, ഒരു 2 ടോണർ, 3 എസൻസ്, 2 മോയ്സ്ചറൈസർ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാണെങ്കിൽ ഇപ്പൊ 2 ടോണേഴ്സും പിന്നെ ഒരു ആംബ്യൂളും 1 എസൻസും, അല്ലെങ്കിൽ 2 ആംബ്യൂളും 1 എസൻസും 1 മോയ്സ്ചറൈസറും പിന്നെ 2 സിറംസും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. മാക്സിമം ആ ഒരു പ്രോസസ്സ് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിൽ ഓവർഡൂ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ്. അപ്പൊ അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഒന്ന് പറഞ്ഞാൽ അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. പിമ്പിൾസ്, ബ്രേക്ക്ഔട്ട്സ്, ഡ്രൈനെസ്, ഫ്ലേക്കിനെസ്, എക്സസീവ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻസ്, ഇച്ചിനെസ്, ഇങ്ങനത്തെ സംഭവങ്ങളിലോട്ട് പോകും. ഈവൻ ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരെ വരും. കാരണം ഫേസിൽ ഒരുപാട് ഓയിൽനെസ് ഒക്കെ നിൽക്കുന്ന കാരണം, അല്ലെങ്കിൽ ഡ്രൈനെസ് നിൽക്കുന്ന കാരണം നമുക്ക് ചൊറിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് വെച്ചാൽ സ്കിൻ സൈക്ലിംഗ്. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അതായത് നമ്മൾ സൈക്കിൾ അനുസരിച്ച്, അതായത് ഓരോ ദിവസം ഓരോരോ പ്രോസസ്സിൽ ടോണേഴ്സും ഓരോ സിറംസും ഓരോ ദിവസം ചെയ്യുന്നതിന് പ്രോസസ്സിനെയാണ് നമ്മൾ സ്കിൻ സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ. മോർണിംഗിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യണമെങ്കിൽ ആന്റി ഏജിങ് നമുക്ക് നൈറ്റ് റെറ്റിനോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റിൽ നമുക്ക് എക്സ്ഫോളിയേഷൻ സിറംസ് യൂസ് ചെയ്യാം. മോർണിംഗിൽ മാത്രം വിറ്റാമിൻ സി യൂസ് ചെയ്താൽ മതി. നൈറ്റിൽ നമുക്ക് പിഗ്മെന്റേഷൻ മാറ്റാനുള്ള സിറം, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നൈറ്റിൽ കൂടുതലും ട്രീറ്റ്മെന്റിങ് സിറംസ് യൂസ് ചെയ്യുക. മോർണിംഗിൽ കൂടുതലും പ്രൊട്ടക്റ്റീവ് സിറംസ്, അതായത് വിറ്റാമിൻ സി നമുക്ക് സൺറൈസിൽ നിന്ന്, അതായത് ഫ്രീ റാഡിക്കൽസ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യും, സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യും, അങ്ങനത്തെ സാധനങ്ങൾ മോർണിംഗിൽ യൂസ് ചെയ്യുക. നൈറ്റിൽ എപ്പോഴും ഹീലിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിങ് ആയിട്ടുള്ള പ്രോസസ് യൂസ് ചെയ്യുക. റെറ്റിനോൾ, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് പോലെയുള്ള സാധനങ്ങൾ നൈറ്റിൽ യൂസ് ചെയ്യുക. പിന്നെ എക്സ്ഫോളിയേറ്റിംഗ് സിറംസ് നിങ്ങൾക്ക് ഇപ്പൊ എത്രയായാലും നമുക്ക് 2 ആഴ്ചയിലൊരിക്കലോ 3 ആഴ്ചയിലൊരിക്കലോ ഒക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഒരുപാട് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ, ഒരുപാട് ഓയിൽനെസ് ഉണ്ടെങ്കിലാണ് നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പറയുന്നത്. ടു ബി ഫ്രാങ്ക്, നമ്മുടെ ഇന്ത്യക്കാർക്ക് വീക്ക്ലി വൺസ് ഒരു 35 ഏജിന് മുകളിലാകുമ്പോൾ മതി. ഇപ്പൊ ഞാൻ പോലും വീക്ക്ലി വൺസ് കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യാറില്ല. ഇപ്പൊ എന്റെ വീഡിയോ പണ്ട് മുതലേ കാണുന്ന ആളാണെങ്കിൽ ഞാൻ കെമിക്കൽ എക്സ്ഫോളിയേഷൻ വീട്ടിൽ എടുത്ത് പറഞ്ഞ കാര്യം, ഞാൻ വീക്ക്ലി വൺസ് ഒന്നും കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യാറില്ല. ഞാൻ 2 ആഴ്ചയിലൊരിക്കലോ 3 ആഴ്ചയിലൊരിക്കലോ, കാരണം ഇപ്പൊ സ്കിൻ കാണുമ്പോൾ ഇപ്രാവശ്യം എക്സ്ഫോളിയേഷൻ വേണം അപ്പൊ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇതൊരു റിച്വൽ ആയിട്ട് വെച്ച് ചെയ്യാറില്ല. കാരണം എക്സ്ഫോളിയേഷൻ എപ്പോഴും സ്കിൻ ആവശ്യപ്പെടുമ്പോൾ മാത്രം ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ല, എനിക്കിപ്പോ ഞാൻ പറയാം, എന്റെ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് മൂക്കിന്റെ അറൗണ്ടിലൊക്കെ ചിലപ്പോൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കളിക്കാറുള്ള സമയം, അപ്പൊ അവിടെ മാത്രം എക്സ്ഫോളിയേറ്റിംഗ് സിറംസ് യൂസ് ചെയ്യും, ഫേസ് ഫുള്ളി യൂസ് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നൊന്ന് സൈക്കിൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും സ്കിൻ കെയർ ഓവർഡു ചെയ്യരുത്, റിസൾട്ട് കിട്ടാനേ പോകുന്നില്ല. എപ്പോഴും സ്കിൻ കെയർ സിമ്പിൾ ആയിട്ട് വെക്കുന്നതാണ് നല്ലത്. സ്കിൻ കെയർ എപ്പോഴും സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. A+B എപ്പോഴും നമ്മൾ C ആക്കി തന്നെ വെക്കുക. അതല്ലാണ്ട് C ഡിവൈഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം C നമുക്ക് വേറെ പല രീതിയിലും കിട്ടുമല്ലോ. അപ്പം 3 ആണെങ്കിൽ നമുക്ക് 1 × 2 + 1 അങ്ങനെയൊക്കെ ആക്കാമല്ലോ, 3 എന്ന് പറയുന്നേക്കാൾ. അപ്പൊ എപ്പോഴും സ്കിൻ കെയർ അത്രയും കോംപ്ലിക്കേറ്റഡ് പോവാതെ സിമ്പിൾ ആക്കി വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് 2-3 സിറംസ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു സിറത്തിൽ തന്നെ 2-3 എണ്ണം കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ളത് ഉണ്ടാവില്ല. ഇപ്പം റെറ്റിനോളും പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിക്കൺസ്ട്രക്റ്റിന്റെ റെറ്റിനോൾ പെപ്റ്റൈഡ് സിറത്തിലോട്ട് ഇപ്പം
രണ്ട് സാധനങ്ങൾ ഒരെണ്ണത്തിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇതിന്റെയൊക്കെ ആൻസർ, ഈ പറയുന്നതിന്റെയൊക്കെ സൊല്യൂഷൻസ് ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. അത് ഏതൊക്കെയാണ് പ്ലേലിസ്റ്റിൽ നോക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഇപ്പം ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഫുൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്കുള്ള ഈ പ്രോബ്ലംസ് അനുസരിച്ചുള്ള വീഡിയോസ് ഈ പേജിൽ എന്തായാലും കാണും. അപ്പൊ അതൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും. അല്ല, ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന്റെ വീഡിയോ ഇല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞ് നമുക്ക് Q&A അത് ചെയ്യാം. അപ്പൊ അതൊന്നും വിചാരിച്ചാലും കൺഫ്യൂസ്ഡ് ആവണം. പക്ഷെ ഇത് വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളോട് കുറച്ച് പെട്ടെന്ന് ഈസിലി ക്ലിക്ക് ആവും. അടുത്ത മിസ്റ്റേക്ക് ആണ് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ. സൺസ്ക്രീൻ എന്തുകൊണ്ടാണ് നമ്മുടെ ആന്റി ഏജിങ്ങിൽ വരുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സ്കിൻ ആന്റി ഏജിങ്ങിൽ ചെയ്യുന്ന മിസ്റ്റേക്ക് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്തതിൽ സണ്ണിന്റെ പ്രസൻസിൽ നമ്മുടെ ബോഡിയിലുള്ള കൊളാജൻ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവും. പ്രത്യേകിച്ചും സ്കിന്നിനകത്തുള്ളത് കൊളാജൻ ബ്രേക്ക് ഡൗൺ ആയ സ്കിന്റെ ഇലാസ്റ്റിസിറ്റി പോകും. അത് കാരണം നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് വരും. അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിൽ സൺസ്ക്രീനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്. എനിക്കറിയാം അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരും. ഇല്ല, സംഭവം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ സ്റ്റഡീസ് തന്നെ എടുത്ത് നമുക്ക് പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ സൺസ്ക്രീൻ നമ്മൾ എത്ര പേര് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യും, എങ്ങുമാണ് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ചുറ്റുപാടും ഇപ്പൊ എത്ര പേര് യൂസ് ചെയ്യും, നിങ്ങളിപ്പോ എത്ര പേര് സൺസ്ക്രീൻ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യും, കമന്റ് ബോക്സ് പറയാൻ മറക്കണ്ട കേട്ടോ. അതല്ല, നിങ്ങൾക്ക് അറിയാവുന്ന എത്ര പേര് യൂസ് ചെയ്യും, വളരെ കുറച്ച് ആൾക്കാരായിരിക്കും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു വർഷം മുന്നത്തെ കാലം ഇപ്പൊ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റിൽ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടോ? ഈ യൂസ് ചെയ്യാത്തവർക്കും യൂസ് ചെയ്യുന്നവർക്കും ഒക്കെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. ഇന്ത്യക്കാർക്ക് ഇൻ ജനറൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് സിറ്റിയിൽ പോലും അല്ല, വില്ലേജ് ഏരിയാസിലാണ്. സോ സിറ്റിയെക്കാളും വില്ലേജിൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരണമെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പ്രശ്നം നമ്മുടെ സൺസ്ക്രീനിലല്ലല്ലോ നിൽക്കുന്നത്, നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നതിൻ്റെയൊക്കെ ചേഞ്ചസിലാണ് നിൽക്കുന്നത്. സോ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ ഒരിക്കലും ഉണ്ടാവാനായിട്ട് പോകില്ല. രണ്ടാമത്തെ, കുട്ടികൾക്ക് സൺസ്ക്രീൻ വേണം. ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് സൺസ്ക്രീൻ വേണം. എസ്പെഷ്യലി ഇനിയിപ്പോൾ സമ്മർ സീസൺ വരെയാണ്, കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി പോയി കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു മിനറൽ സൺസ്ക്രീൻ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ ഒരു ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് വെച്ച് അവരെ ഫേസ് വാഷ് ചെയ്യാനും മറക്കണ്ട. കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ ഫേസ് വാഷ് ഓവർഡു പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾക്ക് നമുക്കത് ചെയ്താൽ തെറ്റില്ല. ഓവർഡു ഒന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ദിവസം 3 പ്രാവശ്യം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്താ വെച്ചാൽ, ഇപ്പൊ കുഞ്ഞുങ്ങൾ പുറത്തു പോകും, കളിക്കും, വിയർക്കും, അവർക്ക് ഓയിൽ പ്രൊഡക്ഷൻ, ചിലപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ കാണും, അല്ലെങ്കിൽ മണ്ണിലൊക്കെ വന്ന് നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള സംഭവത്തിൽ നമ്മൾ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ വരെ വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ പറയത്തില്ല. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതൊക്കെ സ്പെഷ്യൽ കണ്ടീഷനാണ്. നമ്മൾ ജനറൽ ഡേയുടെ കാര്യം അങ്ങനത്തെ അഴുക്കൊന്നുമില്ല, നമ്മൾ ഐഡിയൽ സിറ്റുവേഷനിലാണ് 2 പ്രാവശ്യം ഫേസ് വാഷ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, അപ്പൊ വലിയ ആൾക്കാർ ഇങ്ങനെ വിയർക്കത്തില്ലേ, നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ സത്യമാണ്, വലിയ ആൾക്കാരും വിയർക്കും. അപ്പൊ ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്നില്ല, നമ്മുടെ ഹൈപ്പോക്ലോറസ് ആസിഡിന്റെ സ്പ്രേസ് വാങ്ങിയിട്ട് ഫേസിലൊന്ന് ഡാമ്പ് ചെയ്താൽ മതി. ഒന്ന് നമ്മുടെ ടവലോ എന്തെങ്കിലും ഒന്ന് ഫേസ് ഒന്ന് ഒപ്പിയതിന് ശേഷം ഈ ഒരു സാധനം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പും പോവും, വിയർപ്പ് കാരണം ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഓവറലായിട്ട് സൺസ്ക്രീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടും? ഡെഫിനറ്റ്ലി കിട്ടത്തില്ല. നമ്മുടെ നമ്മളൊരു സാധനം കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ഒരിക്കലും അതിന്റെ ഇമ്പോർട്ടൻസ് സ്കിന്നിലല്ല കൊടുക്കുന്നത്, മറ്റുള്ള നമ്മുടെ സിസ്റ്റത്തിലാണ്, ബ്ലഡില്, അതല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഓർഗൻസിലൊക്കെയാണ്, ഓർഗൻസിലും ടിഷ്യൂസിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്കിൻ ഏറ്റവും ലാസ്റ്റ് സാധനമാണ്, ഏറ്റവും ലാർജ് ബോഡി ഓർഗൻ ഇൻ ദ ബോഡി ആണെങ്കിലും ഏറ്റവും ന്യൂട്രീഷണൽ പ്രിഫറൻസിൽ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ സ്കിൻ വരുന്നത്. സോ നിങ്ങൾ സൺസ്ക്രീൻ എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയാണ് സിങ്ക് ഓക്സൈഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട്, സിങ്കൊക്കെ ആയിരിക്കണം ടാബ്ലറ്റ്സ്, അങ്ങനെ കഴിച്ചാൽ പോലും നമുക്ക് ആ റിസൾട്ട് കിട്ടാൻ പോലും. അടുത്തത്, നമ്മൾ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് റാൻഡം ആയിട്ട് വാങ്ങിച്ച് കഴിക്കാത്തതുമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിലായിരിക്കണം എപ്പോഴും സപ്ലിമെന്റ്സ് എടുക്കേണ്ടത്. റാൻഡം ആയിട്ട് ഇപ്പൊ നമ്മൾ കൊളാജൻ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്ന ഫൈൻ, പക്ഷെ അല്ലാണ്ട് മിനറൽ സപ്ലിമെന്റ്സും വിറ്റാമിൻ സപ്ലിമെന്റ്സും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷനും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സോ ഫാമിലി ഡോക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുമല്ലോ, അവരെടുത്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് വേണം എപ്പോഴും സപ്ലിമെന്റ്സ് എടുക്കാൻ. കാരണം ചില സപ്ലിമെന്റ്സ് ചില ആൾക്കാർക്കും പറ്റണം എന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഗൗട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കാൽഷ്യം സപ്ലിമെന്റ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഡിപ്പോസിറ്റ്സ് ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം സപ്ലിമെന്റ്സ് എപ്പോഴും എടുക്കാനായിട്ട്. അടുത്ത മിസ്റ്റേക്ക് കപ്പിൾസിലാണ് വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യും. ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല, സ്ത്രീകളൊന്നും ജനറലൈസ് ചെയ്യുന്നില്ല, കാരണം ഇപ്പൊ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ഒരുപാട് ആൺകുട്ടികളെ എനിക്കറിയാം, ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാരെ എനിക്കറിയാം. അപ്പോൾ നിങ്ങളെ പാർട്ട്ണറിന്റെ സ്കിൻ കെയർ റൊട്ടീനും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ സമയത്ത് ഞാൻ ജനറലൈസ് ചെയ്യും,
കാര്യം എന്തെന്ന് വെച്ചാൽ ആണുങ്ങളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് താടി ഉണ്ടാവുമല്ലോ. ഈ താടിക്കകത്ത് ചിലപ്പോൾ അവർ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് മൂക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആണുങ്ങൾക്ക് സ്ത്രീകൾ പ്രോപ്പറായിട്ട് ഹെയർ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അവരുടെ അവർ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നില്ല, ആ ഫേസിലുള്ള പൊല്യൂഷൻ, നമ്മൾ പ്രോപ്പർ ഫേസ് വാഷ് ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ പില്ലോസിലൊക്കെ തല വെച്ച് കിടക്കും. അത് കാരണം നിങ്ങൾക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ സ്കിൻ കെയറും കൂടെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് സ്കിൻ കെയറിലെ ഹൈജീൻ ടിപ്പാണ്. പക്ഷെ എനിക്ക് എപ്പോഴും വരുന്ന ഒരു ഡൗട്ട് ക്വസ്റ്റ്യൻ, എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് മൊത്തം കുരു വരുന്നേ. അപ്പൊ ഈ ഡൗട്ട് സത്യത്തിൽ ആദ്യം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ പേഴ്സണലി എനിക്കറിയാവുന്ന പേഴ്സണലായിട്ട് ഒരാളുടെ കണ്ടപ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ എന്ന് എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും പറഞ്ഞു കൊടുക്കാൻ നേരത്തെ എനിക്കത് പെട്ടെന്ന് ക്ലിക്കായില്ല. എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ആ ഒരു പറഞ്ഞു നമ്മൾ എക്സാം ഒക്കെ എഴുതുമ്പോൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ നമ്മൾ അത് വിട്ടുപോയി, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് മൂക്കുരു വന്നില്ലെങ്കിലും മൂക്കുരു മാറുന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന പാർട്ട്ണറെ എന്ന് വലിച്ചിട്ട് അവരുടെ സ്കിൻ കെയർ, അവർക്കൊരു ബേസിക് സ്കിൻ കെയർ കൂടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതൊരു ടിപ്പാണ്, ആന്റി ഏജിങ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. അപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ മിസ്റ്റേക്കുകൾ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് ഏതാണെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്താൻ പോകുന്നത് കമന്റ് ബോക്സിൽ പറയാം. അതല്ല, ഈ മിസ്റ്റേക്കിൽ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് ഞാൻ വരുന്നത്. അതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണം. നമുക്ക് ട്യൂസ്ഡേ Q&A ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.